ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ 3-4 ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ പച്ചക്കറികളൊക്കെ ഒരുപാട് സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ പച്ചക്കറികളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും മാക്സിമം കഴുകിയിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഈ പച്ചക്കറികളിൽ ഏറ്റവും പെട്ടെന്ന് ചീർത്തിയാവുന്ന ഒരു പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയാണ്. അപ്പോൾ എത്രയൊക്കെ ഫ്രഷ് വാങ്ങിയാലും നമ്മളൊരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഇതുണ്ടല്ലോ ഒന്ന് അമുങ്ങാൻ തുടങ്ങും. തക്കാളിക്ക് ചില സമയങ്ങളിൽ ഭയങ്കരമായ വിലയാണ്. ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എപ്പോഴും തക്കാളി കടയിൽ നിന്ന് വാങ്ങിയ ഉടനെ ഒന്ന് കഴുകിയതിന് ശേഷം തുടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാവിടെയും ഒന്ന് ആവുന്ന വിധത്തിലൊന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. തക്കാളി വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കിലോ തക്കാളി വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യത്തിൽ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കട്ടോ, ഫ്രിഡ്ജിലാണെങ്കിലും. നമ്മൾ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. പിന്നെ മാക്സിമം പ്ലാസ്റ്റിക് കവറിൽ ഇടാതിരിക്കുക. ഒന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ തുണി കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ക്യാരി ബാഗ് ഉണ്ടല്ലോ, അതിൽ വെക്കുകയാണെങ്കിൽ ദിവസം കൂടെ ചീത്തയാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചീത്തയാവാതെ കുറേ ദിവസം നമുക്ക് എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചിക്കൻ മസാലയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല എന്നല്ല, ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഏതായിക്കോട്ടെ, നമ്മൾ കുറച്ച് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ കവറിൽ ബാലൻസിൽ വരുന്ന സമയത്ത് നമ്മളതിനെന്താ ചെയ്യുക, ഇതുപോലെ മടക്കിയിട്ട് റബ്ബർ ബാൻഡിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. ഇത് കുറേ ദിവസം വെക്കുന്ന സമയത്ത് പൊടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. തണുപ്പൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. ആ കവറിൽ എന്തെങ്കിലും ബാലൻസ് വരികയാണെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡിട്ട് വെക്കുന്നതിന് പകരം ഒരു അടിപൊളി ടിപ്പുണ്ട്. അതെന്താ നമുക്ക് നോക്കാം കേട്ടോ. ഈ മസാലപ്പൊടി നമുക്ക് എങ്ങനെയാണ് കടയിൽ സീൽ ചെയ്ത് വരുന്ന പോലെ തന്നെ ടൈറ്റാക്കി അതുപോലെ സീൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും ഞാൻ അറിയാത്തവർക്കുണ്ടെന്ന് കാണിച്ചു തരികയാണ്. അപ്പം നമ്മൾ തീ അല്പം ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു കത്തി എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് ചൂടാക്കരുത് കേട്ടോ. ഒരുപാട് ചൂടാക്കിയാൽ മൊത്തം പ്രശ്നമാവും. ഒരു 5-10 സെക്കൻഡ് താഴെ ചൂടാക്കുക. ഗൈസ്, ആ ചൂടാക്കി കത്തി ഈ പൊട്ടിച്ച ഈ ഭാഗത്തു നിന്ന് കുറച്ച് താത്തിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ എങ്ങനെ വാങ്ങിച്ചോ അതുപോലെ സീൽ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് റബ്ബർ ബാൻഡും വേണ്ട, പെട്ടെന്ന് കേടും വരില്ല, എത്ര കാലം വേണം നമുക്ക് സൂക്ഷിക്കാം. ഇതിനകത്ത് കാറ്റ് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സീലായിട്ട് നോക്കാം. അപ്പോൾ നോക്കാം കേട്ടോ. നമുക്ക് ഗൈസ് ഇതാ എത്ര ടൈറ്റ് ചെയ്താലും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എത്ര പേർക്ക് ടിപ്പ് ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഏത് പൊടി ഐറ്റംസും ഇതുപോലെ പാക്കറ്റിലാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞ് പാക്കറ്റിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ കടയിൽ കിട്ടുന്ന അത്രയും അതുപോലെ നല്ല ടൈറ്റായിരിക്കും. എത്ര ദിവസങ്ങളും മാസങ്ങളും വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്, സ്ത്രീകളുള്ള എല്ലാവരുടെയും ഇതുപോലെ ഒട്ടിക്കുന്ന പൊട്ടുകളുണ്ടാവും. അത് പല ഡിസൈനുള്ളതുണ്ടാവും, പല സൈസിലുള്ളതും ഉണ്ടാവും. പൊട്ടപ്പോൾ നമ്മൾ എല്ലാവരും നെറ്റിയിൽ വെക്കാനാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊട്ട് നെറ്റിയിൽ വെക്കുന്ന ആ ഒരു കാര്യം മാത്രമല്ല, ഇതുകൊണ്ട് വേറെയും ചില കുഞ്ഞായിട്ടുള്ള വേറെയും കുറേ ഉപകാരങ്ങളുണ്ടെന്നുള്ള ഒരു 1-2 ടിപ്സ് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഹെവി ആയിട്ടുള്ള ടിപ്പൊന്നുമല്ല. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടിപ്സ് ഞാൻ പറയാൻ പോകുന്നത്, അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്കിതിൽ ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. ഇതിൽ എല്ലാ സ്വിച്ചും നമുക്ക് ഉപകാരമുള്ളതായിരിക്കില്ല. കാരണം പലതിലും കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. അതിൽ ഡെമ്മി സ്വിച്ച് വരെ ഉണ്ടാവാം. അപ്പം പ്രായമുള്ളവർക്ക് ഇതിൽ സ്വിച്ചുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടായിരിക്കും. ഇപ്പം നമ്മൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. കാരണം 10 സ്വിച്ച് ഇതിലുണ്ട്. ഓൾമോസ്റ്റ് 2, 4, 6, 8, 9, 10ഓളം സ്വിച്ചുകളുണ്ട്. നമ്മളിതിൽ 3 സ്വിച്ച് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സ്വിച്ചുകളിൽ നമുക്ക് ഏത് സ്വിച്ചാണ്, ചിലപ്പോൾ ലൈറ്റിനൊരു സ്വിച്ച്, ഫാനിനൊരു സ്വിച്ച്. ഫാനിന് നമുക്ക് റെഗുലേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഫാനിൻ്റെ സ്വിച്ച് പെട്ടെന്ന് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് സ്വിച്ച് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ സ്വിച്ച് കണ്ടുപിടിക്കുന്നത്.
പ്രായമുള്ളവർക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്വിച്ചാണ് ലൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ജസ്റ്റ് ഒരു പൊട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലും ഇത് പല സ്വിച്ചും ഇട്ട് കഴിഞ്ഞാൽ ഇതവിടെ ലൈറ്റ് കത്തില്ല, ഇത് ലൈറ്റ് ഇല്ല. അപ്പോൾ ലൈറ്റ് കത്തുന്ന സ്വിച്ച് ഇതാണേ, ഇതാ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈസിയാണ്, നമുക്ക് ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ട് ഓഫാക്കിയിട്ട് നമുക്ക് ആ സ്വിച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ കുഞ്ഞു ടിപ്പാണ്, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവും. നമ്മളിപ്പോൾ കലണ്ടറിൽ പല കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും. ആവശ്യമുള്ള ഡേറ്റ് ആണെങ്കിൽ നമ്മൾ പലതിലും എഴുതി വെക്കും. ചിലപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഇതിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇത് ഗ്യാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ഗ്യാസ് അന്നാണ് കഴിഞ്ഞതെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി ഗ്യാസ് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എത്ര ദിവസം ഉപയോഗിക്കാം എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് എല്ലാവരും ചെയ്ത് നോക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എഴുതാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സാധനം ഒട്ടിച്ച് വെച്ചാൽ മതി. ചിലപ്പോൾ എഴുതിയാൽ കൂടി ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഇതുപോലെ ഒരു പൊട്ട് നിങ്ങൾ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പൊട്ട് ഉണ്ടെങ്കിൽ കലണ്ടറിൽ എത്ര അടിയിലുള്ള നമ്മുടെ സ്ഥലങ്ങളിലാണെങ്കിലും ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ടിപ്പാണെങ്കിലും നമ്മൾ ഒരുപാട് സമയം കളയാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പുകളാണ് അതെല്ലാം. അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു ഐഡിയയും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി പൊട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ്. ചില സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും തയ്ക്കാറുണ്ടല്ലോ, അപ്പോൾ വീട്ടിൽ നമ്മൾ നൂലൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. ഇതുപോലെ നമ്മൾ പുതിയ നൂലാണെങ്കിൽ വലിയ വിഷയമില്ല. അതേസമയം ഇതുപോലെ പൊട്ടിച്ച നൂലാണെങ്കിൽ നമ്മുടെ നൂല് നമുക്കത് പൊതുവേ നൂല് വൃത്തിയില്ലാതെ അവിടെ നിന്ന് താഴോട്ട് മുകളിലോട്ട് ഇറങ്ങി കിടക്കും, ഇതുപോലെ ഒട്ടി നിൽക്കില്ല. ഒന്നാമത് നമുക്ക് നൂലിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ തന്നെ പാടായിരിക്കും, കാരണം അത്രയും ചെറുതല്ലേ. അത് ഇത് നമ്മളിങ്ങനെ ആക്കി വെച്ചാലും ഇത് കറക്റ്റായിട്ട് നിൽക്കില്ല. കുറച്ച് നമ്മൾ എടുത്തു വെക്കുമ്പോൾ തന്നെ ഇതുപോലെ ലൂസായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കവറൊന്ന് പൊട്ടിക്കാത്ത നൂലിരിക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ അറ്റം കണ്ടുപിടിക്കാനും പാടില്ല, ആവശ്യമുള്ള സമയത്ത് എടുക്കാം. അതിനുശേഷം ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യം കഴിയുമ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ചുറ്റിയിട്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നൂല് സൂക്ഷിക്കാം കേട്ടോ. എവിടെ വേണമെങ്കിലും നൂല് സൂക്ഷിക്കാം. ഒരിക്കലും അത് നൂല് ഈ കുറ്റിയിൽ നിന്ന് അഴിഞ്ഞു വരികയില്ല. പിന്നെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ നമ്മൾ പലതും എഴുതിയിട്ടുണ്ടാവാം, ഈ സൈഡ് എഴുതിയിട്ടുണ്ടാവാം, ഈ സൈഡിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെ സാധിക്കും നമുക്ക് പെട്ടെന്നൊരു പേജ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മൾക്ക് ഈ പൊട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഏത് പേജാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജുകളിൽ ഇതുപോലെ ഒരേ ഒരു പൊട്ടിൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് വലിയ ചിലവ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം ഗൈസ്. അതായത് രണ്ട് സൈഡും കാണുന്ന വിധത്തിൽ നമ്മൾ മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. നോക്കി എത്ര പുസ്തകങ്ങളുടെ ഇടയിൽ വെച്ചിരുന്നാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ സമയം കളയേണ്ട, പെട്ടെന്ന് നമുക്ക് ആ പേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ ടിപ്സ് ചെറുതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തള്ളിക്കളയേണ്ട. ചിലപ്പോൾ ചെറിയ ടിപ്സ് ആയിരിക്കും നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവുന്നത്. അതുപോലെ നിങ്ങൾ ഇതും ചെയ്ത് നോക്കുക. മാത്രമല്ല കേട്ടോ, അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരുപാട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലോങ് ആവും വീഡിയോ. ഓൾറെഡി വീഡിയോ ലോങ് ആണെന്ന് എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.